ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ ഞാൻ നേരെ വിട്ടത് ചിക്കൻ ഷോപ്പിലേക്കാണ്. രാവിലെ വ്ളോഗ് എടുക്കണം അങ്ങനെ ഒന്നൊരു പ്ലാനിങ് ഇല്ല. പിന്നെ ഞാൻ ചിക്കനൊക്കെ വാങ്ങി വന്നപ്പോൾ വിചാരിച്ച് നല്ലൊരു പൂരിൻ്റെ റെസിപ്പി ഉണ്ട്, അതെല്ലാം കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ കടയിൽ പോയി വന്ന് ചിക്കനെല്ലാം വാങ്ങി ചിക്കനെല്ലാം ഒന്ന് ക്ലീൻ ആക്കുകയാണ്. എല്ലാം ക്ലീനാക്കി എടുത്തിട്ട് നമുക്ക് ചിക്കൻ സാധാരണ മുളകിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല. തക്കാളി ഉള്ളിയെല്ലാം വാട്ടിയിട്ട് സാധാരണ എല്ലാവരും വെക്കുന്ന പോലത്തെ എൻ്റെ സ്റ്റൈല്, ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറിയാണ്. പിന്നെ നമ്മളെ പൂരിയാണ്. പൂരി തീരെ എണ്ണ കുടിക്കാത്ത നല്ല പൂരിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വിചാരിച്ചു. നല്ല അടിപൊളി ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ ഇപ്പോൾ തക്കാളി ഉള്ളിയെല്ലാം മുറിക്കാന്ന് കറി ഉണ്ടാക്കുന്ന പ്ലാനാണ്. അപ്പോൾ പൂരിക്കിതാ മൈദയും റവയും വെച്ചിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടോ. പകുതി മൈദ, അതിൻ്റെ കാൽ പകുതി റവ, രണ്ടും മിക്സാക്കി ചൂടുവെള്ളത്തിലാണ് കുഴക്കുന്നത്. ഉപ്പും കൂട്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം കുഴക്കണമെന്നൊന്നുമില്ല. അത് പെട്ടെന്ന് കുഴച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല മറ്റേ പത്തിരിക്കൊന്നും കുഴക്കുന്ന അത്ര ഒന്നും കുഴക്കണ്ട. അങ്ങനെ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചട്ടി അപ്പുറം ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നല്ലപോലെ ചൂടായിട്ട് വന്ന് ഇനി പ്രസ്സിൽ വരത്തിയിട്ട് ഓരോന്നിട്ട് കൊടുക്കുകയാണ്. എന്താ നല്ല പോലെ പൊന്തി വരുന്നുണ്ട് പൂരി. ആ കണ്ടാൽ തന്നെ അറിയാം, തീരെ എണ്ണ ഒടിക്കില്ല. നമ്മൾ എത്ര എണ്ണയിൽ ഒഴിച്ചിട്ടുണ്ടോ അത് ചുട്ട് കഴിഞ്ഞിട്ടില്ല നോക്കുക, അതേപോലെ എണ്ണയിൽ ബാക്കിയുണ്ട്. പൊന്തി വരാത്ത അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അതാ പൂരി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയും പൂരിയും കൂട്ടി നമ്മൾ ചായ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഫാമിലിക്ക് ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നെന്താണ് ഹാപ്പി ന്യൂ ഇയർ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ വിഷ് ചെയ്യാണ്. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിന് ന്യൂ ഇയറിൻ്റെ.